ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു നമ്മുടെ ഈ ബിഗ് ബോസിൽ അനീഷിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ കൊടുത്തതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്. ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ഞാൻ എൻ്റെ സിനിമാ കാഴ്ച എന്ന് പറഞ്ഞ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വെനീസ് TV എൻ്റർടൈൻമെൻറ്റ് എന്ന ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ എന്നെ ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത സമയമായിട്ട് നമ്മുടെ വീഡിയോസിനൊന്നും അത്ര ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കുക. എന്തായാലും നമുക്ക് ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളം ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത 2-3 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ തുറന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് എടുത്തു പറയേണ്ട ആദില നൂറ എന്ന് പറയുന്ന ഈ 2 പേര്. ഈ ആദില നൂറ ഈ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ള ഈ കോപ്രായങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരുപാട് പ്രയാസമുണ്ട്. കാരണം 2 കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളെ ഇത്രയധികം വിഷമിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തി ഈ ബിഗ് ബോസിലേക്ക് വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ആദില നൂറ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇവർ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, സങ്കടം തോന്നിപ്പോ. ശരിയാണ്, അവരുടെ ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ ഈ ആദില നൂറ വിഷയത്തിൽ ലാലേട്ടൻ എടുത്തിട്ടുള്ള ഒരു നിലപാട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അല്ലേ. ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ലാലേട്ടനോട് എതിർത്ത് സംസാരിച്ചതിൻ്റെയൊക്കെ പേരിലാണ് ലക്ഷ്മിനെയും ഈ ആര്യനെയൊക്കെ ഈ പ്രോഗ്രാമിൽ നിന്ന് ആദ്യം തന്നെ ചവിട്ടി പുറത്ത് കളഞ്ഞിട്ട് ഈ മരവാഴകളായിട്ടുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് വെച്ചത്. അതിനകത്ത് ഗെയിം കളിച്ച ഒരേ ഒരാളുണ്ടെന്ന് പറയുന്നത് അത് അനീഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അനീഷ് സത്യസന്ധമായ രീതിയിൽ ഗെയിം കളിച്ചു. അനീഷിന് സത്യസന്ധമായ രീതിയിൽ ആളുകൾ അനീഷിന് വോട്ട് ചെയ്തു. പക്ഷേ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുമ്പോഴത്തേക്കും അനീഷിൻ്റെ വോട്ട് ചവിട്ടി താത്തിക്കൊണ്ട് 10-16 ലക്ഷം രൂപ PR വർക്ക് കൊടുത്തിട്ടുള്ള അനുമോള നേരെ പൊക്കി നമ്മുടെ ബോസ് കൈ അങ്ങോട്ട് ഉയർത്തി വിന്നറായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു അല്ലേ. അതിനുശേഷം ആ ഒരു എപ്പിസോഡിൽ തന്നെ ലാലേട്ടൻ ഈ ആദില നൂറ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞായിരുന്നു, അത് പാലിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാതാപിതാക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ ആദില നൂറയുടെ മാതാപിതാക്കൾ വിഷമിച്ചത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ അവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം അവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ഒരു പ്രസ്താവന എടുത്തത്. അപ്പം നമ്മൾ അനീഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് ഇതിന് സമ്മാനം കൊടുക്കുന്നതെങ്കിലും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടനടി സമ്മാനം കൊടുത്ത ഒരൊറ്റ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ബിഗ് ബോസിൽ ചരിത്രത്തിൽ അനീഷിന് മാത്രമേ ഉള്ളൂ. 10 ലക്ഷം രൂപ അനീഷിന് കൊടുത്തു. മൈജി ഒരുപാട് സമ്മാനങ്ങളാണ് അനീഷിന് വാരി കൊടുത്തത്. അപ്പം യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ വിജയിച്ചത് അനീഷാണെന്നാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളി ഈ ഒരു സമ്മാനം കൊടുത്തതിലൂടെ നമുക്ക് മനസ്സിലാകുന്നല്ലേ. എന്താണെങ്കിലും ഈ അനീഷിന്റെ ഒരു കട്ട ആരാധികയുണ്ട് നമ്മുടെ ബീവിമ. അതോടൊപ്പം തന്നെ അവര് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അത് ഓറഞ്ച് ജ്യൂസ് മതി കേട്ടോ. ഓറഞ്ച് ജ്യൂസും മുന്തിരി ജ്യൂസും ഒന്നും ഇല്ല ഇവിടെ. എന്തോ ജ്യൂസ് കടയാന്നാ? നീ മാങ്ങ ജ്യൂസേ ഉള്ളു. ഇവിടെ മാങ്ങേ ഉള്ളു. നീ ഇന്നലെ ദുൽഖറിന്റെ ശാന്ത കാണാൻ പോയപ്പോ എന്നെ കൊണ്ടുപോയാ? ശാന്തല്ല കാന്ത. എന്നാ എന്നെ കൊണ്ടുപോയില്ലല്ലേ. ഇനി മമ്മൂക്കാട പിന്നെ കാവല് വരുമ്പോ എന്നെ കാണാൻ കൊണ്ടുപോകണം. കാവല് ഇവരെന്തൊക്കെ പറയുന്നു? കാവലൻ അല്ല, ഇത് കളങ്കാവൽ. എന്തൊരു കാലെങ്കിലും ആവട്ടെ, അത് വരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ കൊണ്ടുപോകണം. നിങ്ങളുടെ അനീജിന് 10 ലക്ഷം രൂപ ഇട്ടിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് ഒരുപാട് പ്രേക്ഷകർ. അത് 10 ലക്ഷം രൂപ ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷമല്ലയോടാ. അത് മാത്രമല്ല, നിങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയണ്ട. അതിനെ കുറിച്ച് ഞാൻ പറയാം. നീ വീഡിയോ എടുക്കാൻ വന്നാലല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അത് ശരി. പിന്നെ അനീഷ് പുറത്തില്ലയോടാ. ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അനീഷിന്റെ കാര്യം പറഞ്ഞാൽ മതി. അനീഷ് പുറത്തുള്ളപ്പോ അനീഷ് ലൈവിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാരും പ്രേക്ഷകരെല്ലാരും നിനക്ക് പേടിയാവുന്ന പ്രേക്ഷകരെല്ലാരും കണ്ടോണ്ടും കേട്ടോണ്ടിരിക്കുന്നു. അതിന്റെ ഞാൻ പിന്നെ പറയണ്ട. മാത്രമല്ല, ഒരുപാട് ആളുകൾ പറഞ്ഞ് എന്താ ഉമ്മായ മിസ് ചെയ്യുന്ന നമ്മുടെ വീഡിയോ കാണുന്നില്ലെന്ന്. കല്യാണ വീഡിയോ ഉദ്ഘാടനത്തിന്റെ ഒക്കെ കണ്ടുള്ളൂ, അല്ലാതെ ഇതുപോലെ കണ്ടില്ലല്ലോ. അല്ല, കല്യാണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ എല്ലാം നമ്മൾ ഓരോ വീഡിയോകളും ദിവസം എടുക്കുമല്ലേ. നീ വന്ന് പിടിച്ചാലല്ലേ ഒക്കത്തുള്ളൂ. ഞാൻ തന്നെ പിടിക്കാൻ എനിക്കറിയാവോ. ബിഗ് ബോസ് കയറുന്നില്ല, നിങ്ങൾ ആരുടെ കുറ്റം പറയും? നിന്റെ കുറ്റം പറയാൻ എന്തെല്ലാം കിടക്കുന്നു. നീ ക്യാമറയും കൊണ്ടുപോവാ, ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ജനങ്ങൾ കേക്കട്ടെ. പിന്നെ നിന്റെ കുറ്റങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ നാളെ തൊട്ട് അതെല്ലാം പറയും. മാങ്ങ ജ്യൂസേ ഉള്ളു. ഓറഞ്ച് അടിക്കാൻ പറ്റൂ? ഓറഞ്ച് ഇല്ല. കാവലിനുണ്ടോ? ഇനി മമ്മൂക്കാടെ പടം കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ലാലേട്ടന്റെ. ഫുള്ള് വയലന്റ് ആയിട്ട്. അല്ല, നീ ഇന്നലെ സിനിമയ്ക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോണ്ടേ? സിനിമയ്ക്ക് പോകുമ്പോ കൊണ്ടുപോകാനാണോ ദേഷ്യപ്പെടുന്നത്? അല്ല, ഒറ്റയ്ക്ക് അങ്ങനെ പോയി തോന്നിയാസം പോലെ കാണുന്നതാണോ മര്യാദ? തള്ളയെ കൊണ്ടുപോണ്ടേ?
തള്ളേ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് തള്ളേല് എവിടെയെങ്കിലും യാത്ര എല്ലാം പോയതോ എന്തെങ്കിലും ഇതാക്കി പിന്നെ പറയാം സിനിമയ്ക്ക് പോയത് കൊണ്ടു. മമ്മൂക്കാടെയും ലാലേട്ടന്റെയും പടം വരുമ്പോ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ നീ വിവരം അറിയാൻ പോന്നെ. ഇപ്പൊ മനസ്സിലായല്ലോ, ബിഗ് ബോസ് അല്ലാതെ ഇവരുടെ വീഡിയോ എടുത്താലും മൊത്തം ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവന്റെ കുറ്റങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ പുറവേ അതും പറഞ്ഞോണ്ട് വരും. ഞാൻ എടുത്താലല്ലേ പറയത്തുള്ളൂ. എടുക്കണം നീ പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങള്? ഓ, ഞാൻ ഉമ്മോടാണ് ചോദിക്കേണ്ടത്. ഉമ്മ പറയൂ വിശേഷങ്ങളൊക്കെ. വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ? ആളുകളൊക്കെ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ലേ അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെന്ന്. ഓ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് ഇരിക്കുന്നോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വരുന്നു. പിന്നെ മീഡിയക്കാരെ കൊണ്ടൊക്കെ ബഹളമായിരിക്കും ഇല്ലയോ? അതും ഇതിന്റെ ഒരു ഭാഗല്ലേ. പിന്നെ വീട്ടിൽ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? വീട്ടില് ഫാദറും മദറും പിന്നെ അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി. എയർപോർട്ടിലും പുറത്തും ഒക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതും അതാണ്. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമമായി പോയി. പിന്നെ ഞാൻ അതിനുശേഷം അങ്ങനെ വീഡിയോകളൊന്നും ചെയ്യാതെ ഇരുന്ന് പിന്നെ എന്താണ് അനീഷ് സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞതിൽ ഇത് പിന്നെ ആരോ ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെയധികം സന്ദേഹിച്ചു. അത് ഏത് കള്ളനാ അങ്ങനെ ഇല്ലാവചനം പറഞ്ഞത്? അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല, അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സും നടക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞ കൊള്ളാം. കണ്ടല്ലോ, വളരെ രസകരമായിട്ടാണ് കേട്ടോ വിവിമാരുടെ ഓരോ വീഡിയോകളും കാണുമ്പോൾ തോന്നുന്നത്. ഇത് ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ഒന്നും അല്ല. പെട്ടെന്ന് ഉമ്മയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അപ്പം ബിഗ് ബോസിൽ അനീഷിൻ്റെ കട്ട ആരാധികയായിരുന്നു നമ്മുടെ വിവിമ. അപ്പോൾ നമ്മുടെ വിവിമാനെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം അനീഷ് 2-3 പ്രാവശ്യം വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അനീഷിന് ഈ 10 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് ഞാൻ അനുമോളോട് ചോദിച്ച ചോദ്യത്തിന് അനുമോൾ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയധികം ഒരു തൃപ്തികരമല്ല എന്നാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടേക്കാം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നു. നാളെ കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ പറയാ? അത് അനു പണ്ടും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഫസ്റ്റ് മാത്രം പോരാ, സെക്കൻഡിനും എന്തെങ്കിലും സമ്മാനം കൊടുക്കാം. കട്ടക്ക് നിന്നാണ് ടോപ്പ് 5 കൊടുക്കുക. 5 പേർക്കും കൊടുക്കണം. 5 പേർക്ക് നമുക്കൊരു മറ്റേ ബിഗ് ബാങ്കിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ആ ടൈമിലും കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. അനീഷിനും കുറച്ച് എമൗണ്ടേ കിട്ടിയിട്ടുണ്ട്. നെവിനാണെന്ന് തോന്നുന്നു ഒട്ടും കിട്ടാഞ്ഞത്. അല്ല, നെവിന് കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കളിച്ച് ഒരു 50,000 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൈസ അടിച്ചത് അല്ലെ 1.5 ലക്ഷം രൂപ കണ്ടല്ലോ. അപ്പം ശരിക്കും ബിഗ് ബോസിന്റെ വിജയ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം അനീഷിനെ ഇഷ്ടപ്പെടുന്നവരാ. അനീഷ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻസ് എന്താ പറയുക, നിഷ്കളങ്കമായിട്ടുള്ള ഒരു രീതി, ഒരു പെരുമാറ്റമായിരുന്നു പുള്ളിയുടെ. ബിഗ് ബോസിനകത്ത് പുള്ളി നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട്. അവസാന റൗണ്ടിലെത്തുമ്പോഴത്തേക്ക് അനീഷിനായിരുന്നു വോട്ട് കൂടുതൽ. പക്ഷേ PR വർക്കും അവരുടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ അവരുടെ വിജയെ അവർ കണ്ടുവച്ചിരിക്കുകയായിരുന്നു. അത് അനുമോൾ തന്നെയായിരുന്നു. അപ്പോൾ അനുമോളിന് കൃത്യമായിട്ട് ബിഗ് ബോസ് അത് കൊടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ ബിഗ് ബോസിൽ നിന്നും അനുമോൾ നേടിയതിനെക്കാട്ടിൽ കൂടുതലും എന്താ പറയുക ജനപിന്തുണയും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഏറ്റുവാങ്ങിയിരിക്കുന്നത് അനീഷ് തന്നെയാണ്. കാരണം അത് അനീഷിനോടുള്ള പ്രേക്ഷകരുടെ ഒരു സ്നേഹം തന്നെയായിരുന്നു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിവിമ പൊളിയല്ലേ. കാരണം വിവിമയുടെ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കാരണം അത്രയും കൂളായിട്ടാണ് വിവിമ ഇത് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.